ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സെൽഫിന്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനാട്ടമിയിലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 15 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിക്കുന്ന ഒരു വേർഡാണ് എന്ത്? ടിഷ്യൂസ്, ടിഷ്യൂസ്, ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടിഷ്യൂസ്? ആ ടിഷ്യൂസിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് പെർഫോം സെയിം ഫങ്ഷൻസ് ആർ കോൾഡ് ടിഷ്യൂസ്. അതായത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം സെൽസ്, അതിനെയാണ് നമ്മൾ എന്ത്? ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നതിന് എന്തുണ്ട്? നമ്മുടെ ബയോളജിയിൽ ഒരു ബ്രാഞ്ച് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ വൺ വേർഡിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹിസ്റ്റോളജി. എന്താണ്? ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി, സ്റ്റഡീസ് ദ മൈക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് ബയോളജിക്കൽ ടിഷ്യൂ. ഓക്കെ, അതാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്പേം ആണ്. ഓക്കെ, അപ്പൊ സ്പേം എന്ന് പറയുന്നത് മെയിൽസിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഫീമെയിൽസിലെ ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? RBC ആയിരിക്കും. ഓക്കെ, ഇനി ലാർജസ്റ്റ് സെൽ ഇൻ ദ ബോഡി ചോദിച്ചാലോ അതേതായിരിക്കും? ഓവമാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോശം എന്ന് പറയുന്നത്. അത് ഇനി മെയിലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നെർവ് സെൽസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പബ്ലിക് എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ PSC എക്സാമിനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഒക്കെ ആണല്ലോ. ഇനി നമുക്ക് പല പല ടിഷ്യൂസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടിഷ്യൂസിനെ നമ്മൾ മെയിൻ ആയിട്ട് എത്രയായിട്ടാ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ടിഷ്യൂസ് ആണുള്ളത്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു അനാട്ടമി ഈ ഒരു പാർട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എവിടെയായാലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ലെയർ ആണ് എന്തെന്ന് പറയുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് കവർ സർഫസ് ഓഫ് ദി ബോഡി. ബോഡിയുടെ സർഫസിനെ കവർ ചെയ്യുന്ന സെൽസ് ചേർന്നിട്ടുള്ള എന്താണ്? ഒരു ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അതിലെ സെൽസ് എല്ലാം നോക്കിക്കേ, ആ പിക്ചറിൽ നോക്കിക്കേ, അതിൽ ഓരോ സെൽസും കണ്ടില്ലേ? ആ സെൽസ് എല്ലാം വന്നിട്ട് ഒരു ബേസ്മെന്റ് മെംബ്രെയിനിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽഡ് ടുഗദർ. അതായത് ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലാണ് ഈ സെൽസ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതിന്റെ സെൽസിന് ഇരിക്കാനായിട്ട് എന്തുണ്ട്? ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂനുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ ബേസ്മെന്റ് മെംബ്രെയിനിലാണ് എല്ലാ സെൽസും വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുവാ? പ്രൊട്ടക്റ്റീവ് ആൻഡ് സെക്രീറ്ററി. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്കിൻ, അതുപോലെ തന്നെ ഹോളോ ഓർഗൻസ്. ഹോളോ ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അകം പൊള്ളയായിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ വരുന്ന ട്യൂബ് പോലുള്ള ഹോളോ ഓർഗൻസ്, അതുപോലെ തന്നെ ചില ക്യാവിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ, ഇതിനെയൊക്കെ പൊതിഞ്ഞാണ് മെയിൻ ആയിട്ടും എന്ത് കാണപ്പെടുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ കാണപ്പെടുന്നത്. അപ്പോൾ പൊതിഞ്ഞ് കാണപ്പെടുന്ന എല്ലാ ടിഷ്യൂസും എന്തായിരിക്കും? എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ തന്നെ നമ്മൾ അതിന്റെ ഫംഗ്ഷനെ വെച്ചിട്ടും അതിന്റെ ഷേപ്പിനെ വെച്ചിട്ടും അറേഞ്ച്മെന്റിനെ വെച്ചിട്ടും ഒക്കെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്?
ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത്. ഓക്കെ ഓക്കെ നോക്കിക്കേ. അപ്പോ നമ്മള് എന്താ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് എപ്പിത്തീലിയ ആണുള്ളത്, സിമ്പിൾ എപ്പിത്തീലിയ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയ. അപ്പോ നമ്മൾ ഇനി പഠിക്കും ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, നിങ്ങൾ അതിന്റെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം ഈ ഒരു പിക്ചർ റെഫർ ചെയ്ത് നോക്കണം. ഓക്കെ, പറ്റുമെങ്കിൽ ഈ ഒരു പിക്ചറും കൂടി അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, വരച്ച് പഠിക്കണം. ഓക്കെ, നമ്മളിപ്പോ എക്സാമിന് ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും പിക്ചർ വരയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരച്ചിരിക്കണം. കാരണം നോക്കുന്ന ആൾക്ക് എന്താ, ഈ കുട്ടി ഒരു അതിന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്, കുട്ടിക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാം. അപ്പോൾ ചില ആൾക്കാർ അത് വായിച്ചു നോക്കാൻ തന്നെ നിൽക്കത്തില്ല. പിക്ചർ കറക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ കൂടി നിങ്ങൾ ആ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് റെഫർ ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ, അപ്പോ എപ്പിത്തീലിയൽ ടിഷ്യൂനെ അതിന്റെ ഷേപ്പിന്റെ ബേസിസിലുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താടാ, ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് സ്ക്വാമസ് ഓർ പേവ്മെന്റ് എപ്പിത്തീലിയോ എന്ന് പറയുന്നത്. ഇതെന്താ, ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് മൊസൈക് പാറ്റേൺ സ്റ്റോൺസ് ഓഫ് പേവ്മെന്റ്. നമ്മള് എന്താ വഴികളിൽ പാറക്കല്ല് എന്താ ഇങ്ങനെ നിരത്തിയിട്ട വഴികൾ കാണത്തില്ലേ? ഓക്കെ, അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മൊസൈക് പാറ്റേണിൽ ഫ്ലാറ്റ് ആയിട്ട് കാണപ്പെടുന്ന എപ്പിത്തീലിയാണ് എന്തെന്ന് പറയുന്നത്, സ്ക്വാമസ് അല്ലെങ്കിൽ പേവ്മെന്റ് എപ്പിത്തീലിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്, സ്മൂത്ത് സർഫസസ്, അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോഡി സർഫസുകൾ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും, മെയിൻ ആയിട്ടും വരുന്നത് ലൈനിങ് ഓഫ് ഹാർട്ട്, ലൈനിങ് ഓഫ് ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്മൂത്ത് സർഫസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതണം. പിന്നെ എൻഡോത്തീലിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് അതുപോലെ തന്നെ ലിംഫ് വെസൽസ്, ഓക്കെ, ഇതിന്റെയൊക്കെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ലെയർ, ആ ഒരു ലൈനിങ്, അതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എൻഡോത്തീലിയം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, എൻഡോത്തീലിയം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കേ, സ്ക്വാമസ് എപ്പിത്തീലിയം കണ്ടില്ലേ, നോക്കിക്കേ ഫ്ലാറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ പേവ്മെന്റ് സ്റ്റോൺ പേവ് ചെയ്തിരിക്കുന്ന പോലെയാണ് എന്ത്, സ്ക്വാമസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഷേപ്പിന്റെ ബേസിലുള്ള ഫസ്റ്റ് എപ്പിത്തീലിയം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയ പേര് തന്നെ ഉണ്ട്, എന്താ, ക്യൂബ് ഷേപ്പിലുള്ള എപ്പിത്തീലിയം ആയിരിക്കും. നോക്കിക്കേ, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ക്യൂബ് പോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്യാൻ താഴെ എന്തുണ്ട്, ഒരു ബേസ്മെന്റ് മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ലൈൻസ് ഇറ്റ്സ് ഡക്ട്സ് ഓഫ് പാൻക്രിയാസ് ആൻഡ് സലൈവറി ഗ്ലാൻസ്. ഓക്കെ, അതായത് പാൻക്രിയാസിന്റെ ഡക്റ്റുകളെയും സലൈവറി ഗ്ലാൻസിന്റെ ഡക്റ്റുകളെയും എന്ത് ചെയ്ത് ലൈൻ ചെയ്ത് കാണപ്പെടുന്നതാണ് ഇത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് കോളുംനാർ എപ്പിത്തീലിയം. കോളുംനാർ എപ്പിത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളമുള്ള റെക്ടാങ്കുലർ ഷേപ്പിലിരിക്കുന്ന എപ്പിത്തീലിയം ആണ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നോക്കിക്കേ, നിങ്ങൾ കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ, നല്ല നീളമുള്ള എന്താ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലിരിക്കുന്ന, അതാണ് കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോ കോളുംനാർ എപ്പിത്തീലിയം എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഗ്ലാൻസ്, നമുക്ക് പല ടൈപ്പ് എന്തുണ്ട്, ഗ്ലാൻസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഗ്ലാൻസ്. അങ്ങനെ മോസ്റ്റ് ഓഫ് ദി ഗ്ലാൻസിന്റെയും ഡക്റ്റുകളെ, ഈ ഗ്ലാൻഡ് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു സാധനം സെക്രീറ്റ് ചെയ്യുന്നതാണല്ലോ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ സാധനം സെക്രീറ്റ് ചെയ്യാനായിട്ട് അത് എന്ത് വേണം, ഒരു ഡക്റ്റ് വേണം, ഒരു വഴി വേണം. ഓക്കെ, ആ വഴിയെ ലൈൻ ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടായിരിക്കും, കോളുംനാർ എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ഗ്ലാൻസിന്റെയും ഡക്റ്റുകളെ ലൈൻ ചെയ്തിട്ടുള്ളത് ഏത് എപ്പിത്തീലിയം ആണ്, കോളുംനാർ എപ്പിത്തീലിയം. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ, നമ്മുടെ പിത്താശയം, അതിനെയും ലൈൻ ചെയ്തിട്ടുള്ളത് ഏത് എപ്പിത്തീലിയം ആണ്, കോളുംനാർ എപ്പിത്തീലിയം. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് വിത്ത് ഗോബ്ലെറ്റ് സെൽസ്, ഗോബ്ലെറ്റ് സെൽസ് അടങ്ങിയിട്ടുള്ള ഡൈജസ്റ്റീവ് ട്രാക്ട്. എന്താണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്, ഗോബ്ലെറ്റ് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയൊക്കെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ഒരു ടൈപ്പ് സെൽസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മ്യൂക്കസ് പോലെയുള്ള നല്ല വിഴുവിഴുപ്പുള്ള സബ്സ്റ്റൻസ് ഇത് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ
ഡൈജസ്റ്റീവ് ട്രാക്ട് ആയാലും റെസ്പിറേറ്ററി ട്രാക്ട് ആയാലും എപ്പോഴും മോയിസ്റ്റ് ആയിട്ടിരിക്കണം, ഒരു നനവ് വേണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നനഞ്ഞിരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രാക്റ്റിലൊക്കെ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കാണപ്പെടുന്നത്, ഗോബ്ലറ്റ് സെൽസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗോബ്ലറ്റ് സെൽസ് ഉള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയും ലൈൻ ചെയ്തിട്ടുള്ളത് ഏത് എപ്പിത്തീലിയം ആണ്, കോളുനാർ എപ്പിത്തീലിയം ആണ്. പിന്നെ എന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ജെനൈറ്റോ യൂറിനറി ട്രാക്ട്, അതായത് നമ്മുടെ ജെനൈറ്റൽ ഏരിയയും അതുപോലെ തന്നെ യൂറിനറി ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആ ഒരു ട്രാക്റ്റിനെ ലൈൻ ചെയ്യുന്നതും ഏത് എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും, കോളംനാർ എപ്പിത്തീലിയം വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോളംനാർ എപ്പിത്തീലിയം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കോളം ലോങ് ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള നാലാമത്തെ എപ്പിത്തീലിയം ആണ് ഇത് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്തുപോലെയാണ്, കോളുംനാർ എപ്പിത്തീലിയം പോലെ തന്നെയാണ്, ലോങ് റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റത്ത് ഫൈൻ ഹെയർ ലൈക്ക് പ്രോസസ്സ് കാണപ്പെടും. നിങ്ങൾ നോക്കിക്കേ, ഈ പിക്ചർ നോക്കിക്കേ, ഈ പിക്ചറിൽ ഇതിൽ കൊടുത്തിട്ടില്ല, ആ സ്യൂഡോ സ്ട്രാറ്റിഫൈഡില് മുകളിലായിട്ട് ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടുന്നില്ലേ, അങ്ങനെ വരുന്നതായിരിക്കും. അതായത് ഈ കോളുംനാർ എപ്പിത്തീലിയത്തിന്റെ മുകളിൽ ഈ ഹെയർ ലൈക്ക് പ്രോസസ്സ് വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇത് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്, എയർ പാസേജസ്. എയർ പാസേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ഇപ്പൊ നോസ് ആയാലും അതുപോലെ തന്നെ എവിടെയാ, നേസോഫാരിങ്സ് അതുപോലുള്ള റീജിയൻസിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം. പിന്നെ അത് കാണപ്പെടുന്നത് ഫ്രോണ്ടൽ ആൻഡ് മാക്സിലറി സൈനസ്. ഓക്കെ, അതുപോലെ തന്നെ ഫെലോപ്പിൻ ട്യൂബ് ഓഫ് യൂട്രസ്. നമുക്കറിയാം യൂട്രസിൽ എന്തുണ്ട്, ഫെലോപ്പിൻ ട്യൂബ് ഉണ്ട്. ഫെലോപ്പിൻ ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് എന്ത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഓവറിന്ന് വന്ന് എങ്ങോട്ടേക്ക് വരും, ഫെലോപ്പിൻ ട്യൂബിലോട്ട് വന്ന് സ്പേമുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകണം, യൂട്രസിലോട്ട് പോകണം. ഓക്കെ, അപ്പോ ഈ യൂട്രസിലോട്ട് പോവാനായിട്ട്, അതിനെ തള്ളി നീക്കാനായിട്ട് എന്തുണ്ട്, അവിടെ സീലിയ പോലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെയും എന്താണ് കാണപ്പെടുന്നത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ അതിന്റെ വേറൊരു എക്സാമ്പിൾസ് ആണ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. അതായത് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൽ ധാരാളം എന്താണ്, ചാലുകൾ പോലുള്ള, കുഴികൾ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ടും എന്ത് കാണപ്പെടുന്നത്, സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ എന്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ പറഞ്ഞു, സ്ക്വാമസ് എപ്പിത്തീലിയം പറഞ്ഞു, കോളുംനാർ എപ്പിത്തീലിയം പറഞ്ഞു, ക്യൂബോയിഡൽ എപ്പിത്തീലിയം പറഞ്ഞു, സീലിയേറ്റഡ് എപ്പിത്തീലിയം പറഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടിഷ്യൂസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിന്റെ ബേസിസിൽ വീണ്ടും അതിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സിംഗിൾ ലെയറേ കാണത്തുള്ളൂ. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, കണ്ടോ, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം നോക്കിക്കേ, ഒറ്റ ലെയർ എന്താണ്, സ്ക്വാമസ് എപ്പിത്തീലിയം മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താ, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം നോക്കിക്കേ, അത് ഒറ്റ ലെയർ ആണ്, പക്ഷെ അതിന്റെ ഷേപ്പ് എന്താണ്, ക്യൂബ് ലൈക്ക് ആണ്. മൂന്നാമത്തത് സിമ്പിൾ കോളുംനാർ എപ്പിത്തീലിയം. ഇവിടെയും കോളുംനാർ സെൽസ് ലോങ് റെക്ടാങ്കുലർ സെൽസ് ആണ്, അതും എത്ര ലെയറേ ഉള്ളൂ, ഒരൊറ്റ ലെയറേ ഉള്ളൂ. അപ്പൊ ഒരൊറ്റ ലെയർ ഓഫ് എന്താ സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടിഷ്യൂസ്, അതിനെയാണ് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ സ്കിൻ, പെരികാർഡിയൽ ലൈനിങ്. പെരികാർഡിയോ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഹാർട്ടിന്റെ കവറിങ്ങിനെയാണ് പെരികാർഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ലൈൻ ചെയ്യുന്നത് സിമ്പിൾ എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അടുത്ത ഏതാ, പ്ലൂറൽ ലൈനിങ്. പ്ലൂറ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലങ്സിന്റെ കവറിങ്, അതിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ പ്ലൂറയെ ലൈൻ ചെയ്തിട്ടുള്ളതും എന്ത് വെച്ചിട്ടാണ്, സിമ്പിൾ എപ്പിത്തീലിയം വെച്ചിട്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്താ, സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം. നമുക്കറിയാം എന്താ, പല പല ലെയേഴ്സ് ആയിരിക്കും അതിന് കാണപ്പെടുന്നത്. ഓക്കെ, ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്കറിയാം, നോക്കിക്കേ, കോമ്പൗണ്ട് എപ്പിത്തീലിയം.
അതിൽ തന്നെ എന്താ നമ്മൾ നോക്കിക്കേ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്നും പറഞ്ഞൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത നോക്കിക്കേ, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരു ലെയർ അല്ല ഒരുപാട് ലെയേഴ്സ്. അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, അവിടെയും അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്വാമസ് സെൽസ് ആയിരിക്കും ഉള്ളത്, പക്ഷെ പല പല ലെയേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് ഓർക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്, പല പല ലെയേഴ്സ് ആയിരിക്കും അതിന് കാണപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലൈനിങ് ഓഫ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ലോവർ പാർട്ട് ഓഫ് യുറീത്ര, ഏനൽ കനാൽ ആൻഡ് വജൈന. ഓക്കെ, അപ്പോ നമുക്ക് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ് ഒക്കെ എവിടെ ഉള്ളതാ? ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റീവ് പാർട്ടിലും അതുപോലെ തന്നെ ലോവർ പാർട്ട് ഓഫ് യുറീത്ര, യുറീത്രയുടെ ആണ് ലോവർ പാർട്ട്. ഓക്കെ, അപ്പർ പാർട്ട് നമ്മൾ ഇനി പഠിക്കും. ലോവർ പാർട്ട് ഓഫ് യുറീത്ര ലൈൻ ചെയ്തിട്ടുള്ളത് സ്ട്രാറ്റിഫൈഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏനൽ കനാൽ, വജൈന, ഇത് ഇത്രയാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ മൂന്നാമത്തെ എപ്പിത്തീലിയം ആണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഓക്കെ, സ്യൂഡോ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, തെറ്റായിട്ടുള്ള ഒരു ഫോൾസ് അപ്പിയറൻസ് കൊടുക്കുന്നത്, അതാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പല പല ലെയേഴ്സ്. അപ്പൊ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിഷ്യൂ നോക്കുമ്പോഴത്തേക്കും പല പല ലെയേഴ്സ് ആയിട്ട് തോന്നും, പക്ഷെ എന്തല്ല, അത് പല പല ലെയേഴ്സ് ആയിട്ടല്ല കാണപ്പെടുന്നത്, അതൊരു ഒറ്റ ലെയർ ആണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എങ്ങനെ തോന്നും, ഇത് കുറെ ലെയർ ഉണ്ടല്ലോ എന്ന് തോന്നും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇറ്റ് ഫീൽസ് ലൈക്ക് മെനി ലെയേഴ്സ് ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ സിംഗിൾ ലെയർ. അതിനെയാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇറ്റ് ലൈൻസ് ദ ട്രക്കിയ ആൻഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ഓക്കെ, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എപ്പോഴും കാണപ്പെടുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ റീജിയൻസിലായിരിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നു. ഇനി അടുത്തതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇത് പല പല ലെയേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഇത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതായത് വളരെ അടുത്തടുത്ത് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന എന്നാൽ പല പല ലെയേഴ്സ് ഉള്ള എപ്പിത്തീലിയം, അതിനെയാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് കൊടുത്തേക്കുന്നതാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിലെ ഫസ്റ്റ് വൺ. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്കിയുള്ളതൊക്കെ കുറച്ച് എന്താണ്, കുറച്ചൊരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ ട്രാൻസിഷണൽ വളരെ എല്ലാ സെൽസും എന്താണ്, ഞെരുങ്ങി ഒതുങ്ങി അങ്ങനെ ഇരിക്കുന്ന സെൽസ് ആയിരിക്കും ഏതിൽ കാണപ്പെടുന്നത്, ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു കോമ്പൗണ്ട് എപ്പിത്തീലിയം, പല ലെയേഴ്സ് ഉള്ള ഒരു എപ്പിത്തീലിയം ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ട്രാൻസിഷണൽ എപ്പിത്തീലിയം മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് യൂറിനറി ബ്ലാഡർ, പെൽവിസ് ഓഫ് കിഡ്നി, യുറീറ്റേഴ്സ്, അപ്പർ പാർട്ട് ഓഫ് യുറീത്ര. നമ്മൾ നേരത്തെ ലോവർ പാർട്ട് ഓഫ് യുറീത്രയെ ലൈൻ ചെയ്തിട്ടുള്ളത് വെറും കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. ഓക്കെ, എന്നാൽ അടങ്ങിയിരിക്കുന്ന ആ കോമ്പൗണ്ട് എപ്പിത്തീലിയം, അതായത് നമ്മുടെ ട്രാൻസിഷണൽ എപ്പിത്തീലിയം വെച്ചിട്ടാണ് അപ്പർ പാർട്ട് ഓഫ് ദി യുറീത്രയെ ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ആ ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്, ട്രാൻസിഷണൽ എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. അപ്പോ അറേഞ്ച്മെന്റിന്റെ ബേസിസിലുള്ള എപ്പിത്തീലിയത്തിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷന്റെ ബേസിസിൽ ഈ എപ്പിത്തീലിയത്തെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, മ്യൂക്കസ് മെംബ്രെയിൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ടിഷ്യൂസ് ആയിരിക്കും ഇതിൽ വരുന്നത്. മ്യൂക്കസ് എന്തിനു വേണ്ടിയിട്ടാ ഇത് സെക്രീറ്റ് ചെയ്യുന്നത്, അവിടെ ഒരു ലൂബ്രിക്കേഷൻ കൊടുത്ത് ആ ഒരു പാർട്ട്, ആ ബോഡി പാർട്ട് ആണെങ്കിലും എന്താ ആ ഒരു ഓർഗൻ അല്ലെങ്കിൽ അത് ട്യൂബ് ആയിക്കൊള്ളട്ടെ, എന്തിനായാലും മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത് ആ ഭാഗത്തെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ മ്യൂക്കസ് മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്തിനും ഹെൽപ്പ് ചെയ്യും, അബ്സോർപ്ഷൻ, പല പല സബ്സ്റ്റൻസിന്റെ അബ്സോർപ്ഷനും എന്ത് സഹായിക്കുന്നുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചില എൻസൈമുകളെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ 3 മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷന്റെ ബേസിസിലുള്ള
ഒരു എപ്പിത്തീലിയം ആണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡക്റ്റുകളിലൂടെ എന്തെങ്കിലും ഒരു സാധനം സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്, അതിനെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റുകൾ ഇല്ലാതെ ഒരു സാധനം സെക്രീറ്റ് ചെയ്യുന്നു, അതിനെയാണ് എൻഡോക്രൈൻ. ഓക്കെ, എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഡക്റ്റ് ഉണ്ട്, എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഡക്റ്റ് ഇല്ല. ഈ എക്സോക്രൈൻ ഗ്ലാൻഡിനെ തന്നെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ എക്സോക്രൈനും കോമ്പൗണ്ട് എക്സോക്രൈനും. ഓക്കെ, അപ്പോ സിമ്പിൾ എക്സോക്രൈൻ ആ പേര് തന്നെ ഉണ്ട്, അതിനൊരു സിംഗിൾ ഡക്റ്റേ കാണപ്പെടുന്നുള്ളൂ. എക്സാമ്പിൾ ഏതൊക്കെയാ? സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. ഓക്കെ, സിമ്പിൾ, സ്വെറ്റ്, സെബേഷ്യസ് എല്ലാം എസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിളും അതൊക്കെ അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും. സിമ്പിൾ, സെബേഷ്യസ്, സ്വെറ്റ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് എക്സോക്രൈൻ ആണെങ്കിലോ അതിന് മെനി ഡക്ട്സ്, കുറെ ഡക്ട്സ് ഉണ്ട്. ഏതിന്? കോമ്പൗണ്ട് എക്സോക്രൈന്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മാമറി ഗ്ലാൻഡ്സും സലൈവറി ഗ്ലാൻഡ്സും. ഓക്കെ, മാമറി ഗ്ലാൻഡ്സും സലൈവറി ഗ്ലാൻഡ്സും ആണ് കോമ്പൗണ്ട് എക്സോക്രൈൻ ഗ്ലാൻഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാവുന്ന ഗ്ലാൻഡ്സ് തന്നെയാണ് ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതെന്താ? ഇതിന് ഡക്റ്റ് ഒന്നും ഇല്ല. ഇത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് എൻഡോത്തീലിയം. എൻഡോത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിന്റെ ആ ഒരു ലൈനിങ്, അതിനെയാണ് നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. മീസോത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാവിറ്റീസിന്റെ ആ ഒരു ലൈനിങ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീസോത്തീലിയം. ഓക്കെ, അപ്പൊ എൻഡോത്തീലിയവും മീസോത്തീലിയം എന്തിനെയൊക്കെയാണ് ലൈൻ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ എപ്പിത്തീലിയം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എപ്പിത്തീലിയം ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പിത്തീലിയൽ ടിഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ? ജസ്റ്റ് അതിന്റെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ സ്ട്രക്ചർ വരച്ചു വെക്കുക. എന്തൊക്കെയാണ്? സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ബേസ്മെന്റ് മെംബ്രെയിനും ഉണ്ട്. പിന്നെ എന്താ? അതിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഷേപ്പിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഫംഗ്ഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ പിക്ചറും കൂടി നിങ്ങൾ വരച്ച് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ആ ഒരു പേര് തന്നെ ഉണ്ട്. എന്താണ്? കണക്ട് ചെയ്യാം. എന്തിനെയൊക്കെയോ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ്, അതാണ് കണക്റ്റീവ് ടിഷ്യൂ. നോക്കിക്കേ, ദ ടിഷ്യൂ ദാറ്റ് കണക്ട്, സെപ്പറേറ്റ് ആൻഡ് സപ്പോർട്ട്സ് ഓൾ അതർ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? പലതരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂസ് അല്ലാതെ നമ്മൾ പറഞ്ഞു ന്യൂറൽ ടിഷ്യൂ ഉണ്ട്, മസ്കുലർ ടിഷ്യൂ ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ടിഷ്യൂസിനെ എല്ലാം കൂടി കണക്ട് ചെയ്യാനും അതിനെയൊക്കെ തമ്മിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ടിഷ്യൂസിനെയൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ഇത് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് പഠിച്ചു വെക്കുക. എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള മറ്റു പല ടിഷ്യൂസിനെയൊക്കെ കണക്ട് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ടിഷ്യൂസ്, അതാണ് എന്തെന്ന് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 2 ഫൈബേഴ്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിക് ഫൈബേഴ്സും. ഓക്കെ, ഇനി ഈ കണക്റ്റീവ് ടിഷ്യൂസിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി ഇത് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് നോക്കാം. ഓക്കെ, നമുക്കറിയാം എന്തൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ്. ഈ കണക്റ്റീവ് ടിഷ്യൂ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ബ്ലഡ്, ബോൺ, അതുപോലെ തന്നെ എന്തൊക്കെ പഠിക്കും? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, അങ്ങനെ കുറെ കണക്റ്റീവ് ടിഷ്യൂസിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഇനി അത് പഠിച്ചിട്ട് ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാവും. നമുക്ക് ഇത് ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ തന്നെയാണ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. രണ്ടാമത്തത് നറിഷ്മെന്റ്, മൂന്നാമത്തത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, നാലാമത്തത് മൂവ്മെന്റ്, അഞ്ചാമത്തത് സ്റ്റോറേജ് ഓഫ് മിനറൽസ്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ്, ബോൺ എല്ലാം എന്തിലാ വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂവിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ആ ഒരു ഫങ്ഷൻസ് എഴുതാനായിട്ട് പറ്റും.
ഓക്കെ ഓക്കെ. അപ്പോ കണക്റ്റീവ് ടിഷ്യൂല് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ആ ലൂസ് കണക്റ്റീവ് ടിഷ്യൂല് തന്നെ വീണ്ടും ഒരു 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, റെട്ടിക്കുലാർ ഓർ അഡിനോയിഡ് ടിഷ്യൂ ആൻഡ് മ്യൂക്കോയിഡ് ടിഷ്യൂ. ഇത്രയും ടിഷ്യൂസ് എന്തിനകത്ത് വരുന്നുണ്ട്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഏരിയോളാർ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ബിനീത്ത് ദ dermis layer and is also underneath the epithelial tissue of all the body systems that have external openings. അപ്പോൾ ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡെർമിസ് ലെയർ, നിങ്ങൾക്ക് അറിയാലോ, എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, അങ്ങനെ നമ്മുടെ സ്കിന്നിന് പല പല ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതില് ഡെർമിസിന് അടിയിലായിട്ട് ബിനീത്ത് ആയിട്ട് കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓപ്പണിംഗ്, പുറത്തോട്ടൊരു ഓപ്പണിംഗ് ഉള്ള എല്ലാ ബോഡി സിസ്റ്റത്തിന്റെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് താഴെ ആയിട്ടും ഏത് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്? ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ് ഹോൾഡ്സ് ഓർഗൻസ് ഇൻ പ്ലേസ് ആൻഡ് അറ്റാച്ചസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ടു അതർ അണ്ടർലൈങ് ടിഷ്യൂസ്. ഓക്കെ, അതായത് നമുക്ക് പല പല ഓർഗൻസ് ഉണ്ടല്ലേ, ആ ഓർഗൻസിനെയൊക്കെ കറക്റ്റ് അതിന്റെ പ്ലേസിൽ എന്ത് ചെയ്യുക? പിടിച്ചു നിർത്തുക. ഓക്കെ, ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ മറ്റ് അണ്ടർലൈങ് ടിഷ്യൂസുമായിട്ട് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യിക്കുക. അതാണ് എന്ത്? ഈ ഏരിയോളാർ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നത് എവിടെയാണ്? ഡെർമിസ് ലെയറിന്റെ താഴെയും എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉള്ള ബോഡി സിസ്റ്റത്തിന്റെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് താഴെയുമായിട്ടാണ് ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗൻസിനെയൊക്കെ കറക്റ്റ് അതിന്റെ പ്ലേസിൽ പിടിച്ചു നിർത്തുക, അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ മറ്റ് ടിഷ്യൂസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഏരിയോളാർ ടിഷ്യൂവിനകത്ത് വരുന്ന 3 ടൈപ്പ് ടിഷ്യൂസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ്, ഹിസ്റ്റോസൈറ്റ് ആൻഡ് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ്, ഹിസ്റ്റോസൈറ്റ്, മാസ്റ്റ് സെൽസ്. അപ്പോൾ ഇതില് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്ട്രക്ചർ ആണ് ഇത് ഫൈബ്രോബ്ലാസ്റ്റ്. ഓക്കെ, ഒരു ഫ്രെയിം വർക്ക് പോലെ അത് ആക്ട് ചെയ്യും. ഓക്കെ, ഹിസ്റ്റോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫാഗോസൈറ്റോസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെല്ലാണ് ഹിസ്റ്റോസൈറ്റ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഫോറിൻ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സെൽസ് എന്ത് ചെയ്യും? അതിനെ എൻഗൾഫ് ചെയ്യും, വിഴുങ്ങി ആ പാത്തജനെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് സെല്ലാണ് ഹിസ്റ്റോസൈറ്റ് എന്ന് പറയുന്നത്. മാസ്റ്റ് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് ഈ അലർജിക് റെസ്പോൺസ് ഒക്കെ ഉണ്ട്. അതായത് എന്തെങ്കിലും ഫോറിൻ ബോഡി, നമ്മുടെ ബോഡിക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെ സെൻസിറ്റൈസ് ചെയ്തിട്ട് അതിനെതിരെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സെൽസ് ആണ് ഏതെന്ന് പറയുന്നത്? മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏരിയോളാർ ടിഷ്യൂവിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് അഡിപ്പോസ് ടിഷ്യൂ. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂല് ഒന്നാമത്തേതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അതിനകത്ത് വരുന്ന ടൈപ്സ് ആണ് പറയുന്നത്. ഒന്ന് ഏരിയോളാർ ടിഷ്യൂ, 2 അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. എന്താ? ഫാറ്റ്. ഓക്കെ, ഫാറ്റ് സെൽസിനെയാണ് നമ്മൾ അഡിപ്പോസ് ടിഷ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ ഓൾ ഓവർ എന്ത് കാണപ്പെടുന്നുണ്ട്? അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് താഴെ ഏതാ? സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആയിട്ട് നമ്മുടെ ഹൈപ്പോഡെർമിസിൽ കാണപ്പെടുന്നുണ്ട്. എന്ത്? അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ അറൗണ്ട് ചുറ്റിനുമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? അഡിപ്പോസ് ടിഷ്യൂ. നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ ഈ നമ്മുടെ ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, മട്ടൺ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ഓരോ പീസ് എടുക്കുമ്പോഴത്തേക്കും ഒരു കൊഴുപ്പിന്റെ ലെയർ കാണപ്പെടത്തില്ലേ? ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതെവിടെയും കാണപ്പെടും? മസിൽസിന് ബിറ്റ്വീൻ ആയിട്ടും എന്ത് കാണപ്പെടും? ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. എവിടെയാണ്? മസിൽസിന് ബിറ്റ്വീൻ ആയിട്ട്. പിന്നെ നമ്മുടെ ബോൺ മാരോ, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ബോൺ മാരോ
നമ്മൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ബോണിനകത്ത് ഒരു കൊഴുപ്പ് പോലത്തെ സാധനം കാണത്തില്ലേ? ഓക്കെ, അതും എന്താണ് അഡിപ്പോസ് ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കൂടുതലും കാണപ്പെടുന്ന എന്ത് തന്നെയാണ് ഈ ഒരു കൊഴുപ്പ്, ആ ഒരു ഫാറ്റി ലെയർ അഡിപ്പോസ് ടിഷ്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് ലിപ്പിഡ്സ് ഓർ ഫാറ്റ്, അല്ലെങ്കിൽ ഫാറ്റിന്റെ രൂപത്തിൽ എന്താ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അഡിപ്പോസ് ടിഷ്യൂവിന്റെ എന്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ അടുത്തതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂല് അടുത്ത ടൈപ്പാണ് റെറ്റിക്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. റെറ്റിക്കുലാർ ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ടിഷ്യൂ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ കിഡ്നി, ലിവർ, സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, പെയേഴ്സ് പാച്ചസ്, ബോൺ മാരോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? റെറ്റിക്കുലാർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഫോയിഡ് ഓർഗൻസിന് ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? നമ്മുടെ ലിംഫ് നോഡ്സ്, സ്പ്ലീൻ ആൻഡ് ടോൺസിൽസ്. ഓക്കെ, ഇതാണ് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ലിംഫോയിഡ് ഓർഗൻസിനും ബോൺ മാരോയ്ക്കും ലിവറിനും എന്ത് കൊടുക്കുക? ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? റെറ്റിക്കുലാർ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ. ഇത് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത് കിഡ്നി, ലിവർ, സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, പെയേഴ്സ് പാച്ചസ് ആൻഡ് ബോൺ മാരോ. പെയേഴ്സ് പാച്ചസ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണപ്പെടുന്ന എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂസ്, അതാണ് എന്തെന്ന് പറയുന്നത്? പെയേഴ്സ് പാച്ചസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ഫുഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പാത്തജൻസോ ടോക്സിക് സബ്സ്റ്റൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സെൻസിറ്റൈസ് ചെയ്ത് റിമൂവ് ചെയ്യാന്നുള്ളതാണ് പെയേഴ്സ് പാച്ചസിന്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ റെറ്റിക്കുലർ ടിഷ്യൂ എവിടെയൊക്കെ കാണപ്പെടുന്നു, എന്താണ് അതിന്റെ ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് മ്യൂക്കോയിഡ് ടിഷ്യൂ. ഓക്കെ, മ്യൂക്കോയിഡ് ടിഷ്യൂസ് ഇത് മെയിൻ ആയിട്ട് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. എവിടെയൊക്കെയാണ്? അംബിലിക്കൽ കോഡ്, ഇനി അഡൽറ്റിലാണെങ്കിൽ നമ്മുടെ വിട്രിയസ് ഹ്യൂമർ ഓഫ് ഐ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ രണ്ട് ഹ്യൂമേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, അപ്പോൾ ഈ മ്യൂക്കോയിഡ് ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ കണ്ണിലെ വിട്രിയസ് ഹ്യൂമർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏരിയോളാർ ടിഷ്യൂ പഠിച്ചു, അഡിപ്പോസ് ടിഷ്യൂ പഠിച്ചു, റെറ്റിക്കുലാർ ടിഷ്യൂ പഠിച്ചു, മ്യൂക്കോയിഡ് ടിഷ്യൂ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AARM. നിങ്ങൾക്ക് ARM അറിയാലോ, അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു അഡീഷണൽ ഒരു എയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു കോഡ് രൂപത്തിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. എന്താണ് അവിടെ കോഡ്? AARM. ഓക്കെ, അത് വെച്ച് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? ഏരിയോളാർ ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്, അഡിപ്പോസൈറ്റ്സ്, അഡിപ്പോസ് ടിഷ്യൂവിന്റെ ഓരോ സെല്ലിനെയാണ് നമ്മൾ അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പിക്ചറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇത് നമ്മുടെ റെറ്റിക്കുലാർ ടിഷ്യൂവിന്റെ സ്ട്രക്ചറും പിന്നെ നമ്മുടെ മ്യൂക്കസ് കണക്റ്റീവ് ടിഷ്യൂ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ ആണ്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കാനൊന്നും നിൽക്കേണ്ട, നിങ്ങൾ മെയിൻ ആയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് വരച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ലൂസ് ആൻഡ് ഡെൻസ്, ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം. ലൂസ് എന്ന് വെച്ചാൽ എന്താ? കുറച്ച് അയഞ്ഞു കാണപ്പെടുന്നത്. ഡെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരുപാട് ബൾക്കി ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടും രണ്ട് ഫൈബേഴ്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനകത്ത് വരുന്ന ടിഷ്യൂസ്. ഒന്ന് റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സും രണ്ട് ഇറഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ്. റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നല്ല രീതിക്ക് നല്ല റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ. അതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ടെൻഡൻസും ലിഗമെന്റ്സും. ഓക്കെ, അപ്പോൾ ടെൻഡൻസും ലിഗമെന്റ്സ് എന്ന് പറയുന്നത് റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി എന്താണ് ടെൻഡൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിഗമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത്, ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ടെൻഡൻസും ലിഗമെന്റ്സും. അപ്പോൾ റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഇത് രണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ടെൻഡൻസും ലിഗമെന്റ്സും. നമുക്ക് മാറിപ്പോവും. ഓക്കെ, ബോണും ബോണും ആണോ അതോ ബോണും മസിലും ആണോ എന്നൊക്കെ മാറിപ്പോവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതില് ഈ ലിഗമെന്റ്, ബോൺ ടു ബോൺ കണക്ഷൻ ആണ് ലിഗമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബൾബ്, ഓക്കെ, ബൾബ്, BLB, ബൾബ്, ആ ഒരു കോഡ് വെച്ച് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഏത്, ലിഗമെന്റ്സ്. ഓക്കെ, ബൾബാണ് ആ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഓർത്തിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റിപ്പോവും. ഓക്കെ, ടെൻഡൻ ആണോ ലിഗമൻ ആണോ മസിലും ബോണും അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കോഡ് വെച്ച് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇറഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് നമ്മുടെ മസിൽ ഷീറ്റും ജോയിന്റ് ക്യാപ്സ്യൂളും. ഓക്കെ, ജോയിന്റ് ക്യാപ്സ്യൂൾ നിങ്ങൾ സ്കെലറ്റൽ സിസ്റ്റത്തിൽ പഠിച്ചിട്ടില്ലേ, ക്യാപ്സ്യൂൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ ഈ കൈമുട്ടിലൊക്കെ വരുന്ന ജോയിന്റ്സിൽ വരുന്ന ഒരു ക്യാപ്സ്യൂൾ പോലത്തെ സ്ട്രക്ചർ, സൈനോവിയൽ ജോയിന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് വരുന്നത്, ഇറഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, മസിൽ ഷീറ്റും ജോയിന്റ് ക്യാപ്സ്യൂൾസും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിക്കേ, ഇതെല്ലാം മസിൽസും നമ്മുടെ ബോൺസും ആയിട്ട്, അതായത് നമ്മുടെ സ്കെലിറ്റൽ ആൻഡ് മസ്കുലർ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് അല്ലേ ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ ഡെൻസ് എന്ന് പറയുന്ന പേര് ഓർക്കുമ്പോഴും നമുക്ക് എന്ത് വരും, ഇപ്പൊ മസിലായാലും അതുപോലെ തന്നെ ബോൺ ആയാലും കുറച്ചെന്താ ഡെൻസ് ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാ. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂലോട്ടാണ് പോകുന്നത്. ഏതാണ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഏതാ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ ഈ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു 5-6 ടൈപ്പ് പഠിക്കുന്നുണ്ട്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിലെ ഫസ്റ്റ് വൺ ആണ് ഏത്, കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പൊ കാർട്ടിലേജിന്റെ വേറൊരു പേരാണ് ഗ്രിസിൽ. അപ്പോ ഇതിന്റെ ബേസിക് സെൽസ്, അതായത് കാർട്ടിലേജിന്റെ ഓരോ ഇൻഡിവിജ്വൽ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർട്ടിലേജിലോട്ട് എന്തില്ല, ബ്ലഡ് സപ്ലൈയോ ബ്ലഡ് വെസൽസോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഈ കാർട്ടിലേജിനെ പൊതിഞ്ഞ് ഒരു ആവരണം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പെരികോൺട്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെരികോൺട്രിയത്തിലോട്ട് എന്തുണ്ട്, ബ്ലഡ് സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പെരികോൺട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് സപ്ലൈ ആണ് ഏത് എടുക്കുന്നത്, നമ്മുടെ കാർട്ടിലേജ് എടുക്കുന്നത്. അല്ലാതെ കാർട്ടിലേജിലോട്ട് നേരിട്ട് എന്തില്ല, ബ്ലഡ് സപ്ലൈ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാം, ഓക്കെ, അപ്പോ ഹയാലിൻ കാർട്ടിലേജിന്റെ എന്താ ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ടുള്ള കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്. ഇതെല്ലാം കൂടി ഒരു സെൽ നെസ്റ്റിനകത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, ഒരു കൂട് പോലത്തെ സ്ട്രക്ചർ. ഒരു ഓക്കെ, അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു സെൽസിനെ എല്ലാം കൂടിയിട്ട് ഒരു കൂട്ടമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിലെ പെരികോൺട്രിയം, അതായത് കാർട്ടിലേജിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു പെരികോൺട്രിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഹയാലിൻ കാർട്ടിലേജിനകത്ത് എന്തായിരിക്കും, പ്രസന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതെന്ന് പറയുന്നത്, ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി കാർട്ടിലേജ് ആണ്. ഇതിൽ നിന്ന് എന്ത് ഫോം ചെയ്യുമ്പോൾ, അതായത് ഇത് ടെമ്പററി ആയിട്ടിരിക്കുന്ന ഒരു കാർട്ടിലേജ് ആണ്, ഇത് പിന്നീട് എന്തായിട്ട് മാറും, ഒരു ബോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ, കോസ്റ്റൽ കാർട്ടിലേജ്, നേസൽ സെപ്റ്റം, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയൽ ട്യൂബ്സ്. ഓക്കെ, അപ്പോ നമ്മുടെ കോസ്റ്റൽ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, എവിടെയാ, നമ്മുടെ റിബ്സിന്റെ ആ ഒരു ടൈപ്പാണ് കോസ്റ്റൽ കാർട്ടിലേജ്. റിബിൽ വരുന്ന ഒരു ടൈപ്പ് കാർട്ടിലേജ് ആണ് കോസ്റ്റൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നേസൽ സെപ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ പാലം എന്ന് പറയത്തില്ലേ, ഓക്കെ, അവിടെ ഒരു കാർട്ടിലേജ് ഉണ്ട്, അതാണ്
ഇത് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലാരിങ്സ് എന്തുവാ? നമ്മുടെ സൗണ്ട് ബോക്സ് എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, അതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് ലാരിങ്സ്. പിന്നെ നമ്മുടെ ട്രക്കിയ, റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ഒരു ട്യൂബ് ട്രക്കിയ, അതുപോലെ തന്നെ ബ്രോങ്കിയൽ ട്യൂബ്സ്. ഓക്കെ, അപ്പോൾ ഈ നേസൽ സെപ്റ്റം തൊട്ട് ബ്രോങ്കിയൽ ട്യൂബ് വരെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെയെല്ലാം ഹയാലിൻ കാർട്ടിലേജ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ കോസ്റ്റൽ കാർട്ടിലേജ്, റിബിൽ വരുന്ന ഒരു ടൈപ്പ് കാർട്ടിലേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹയാലിൻ കാർട്ടിലേജിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർട്ടിലേജ് ആണ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഓക്കെ, ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓർത്തു വെക്കുക, ഇതിനൊരു യെല്ലോ കളർ കാർട്ടിലേജ്. ഇപ്പൊ നിങ്ങൾ ഒരു യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുന്നത് ഈ ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഓക്കെ, യെല്ലോ ഇലാസ്റ്റിക്. ഓക്കെ, ആ ഒരു പ്രൊനൗൺസിയേഷനെ തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇതിലെ കോൺട്രോസൈറ്റ്സ് അല്ലെങ്കിൽ ഇതിലെ ഇൻഡിവിജ്വൽ സെൽസ് ഓഫ് കാർട്ടിലേജ് എന്ന് പറയുന്നത് കുറച്ച് ലാർജാണ്. നമ്മൾ ഹയാലിൻ കാർട്ടിലേജിൽ പറഞ്ഞു കോൺട്രോസൈറ്റ്സ് ചെറുതാണ്, അതുപോലെ തന്നെ അത് സെൽ നെസ്റ്റിനകത്ത് കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇലാസ്റ്റിക് കാർട്ടിലേജിനകത്തെ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ആണ്, അതുപോലെ തന്നെ ഇത് സിംഗിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും എന്താ, പെരികോൺഡ്രിയം പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ഈ കാർട്ടിലേജ് ഒരു യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ഇയർ പിന്ന, എപ്പിഗ്ലോട്ടിസ്, യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഏത് കാർട്ടിലേജ് കാണപ്പെടുന്നത്? ഇലാസ്റ്റിക് കാർട്ടിലേജ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇയർ പിന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താടാ, നമ്മുടെ ചെവിക്കൂട, അതാണ് ഇയർ പിന്ന. അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇലാസ്റ്റിക് കാർട്ടിലേജ് വെച്ചിട്ടാണ്. എപ്പിഗ്ലോട്ടിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, റെസ്പിറേറ്ററി ട്രാക്ട് ഉണ്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ട്, അതിന്റെ ഒരു കോമൺ ഒരു പാസേജ് ഉണ്ട്. അപ്പോ ഈ ഫുഡ് എങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ, നമ്മുടെ വിൻഡ് പൈപ്പിലോട്ട് കടക്കാതിരിക്കാൻ, അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് ഫുഡ് കടക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡോർവേ അല്ലെങ്കിൽ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഏത്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അതും ഇലാസ്റ്റിക് കാർട്ടിലേജ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മിഡിൽ ഇയറിനെ എവിടെ, നേസോഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇലാസ്റ്റിക് കാർട്ടിലേജിന്റെ എക്സാമ്പിൾസ്. ഇത് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം, കാരണം എല്ലാം ഓക്കെ, ഈ വെച്ചിട്ട് തുടങ്ങുന്ന എല്ലാം ഏതിനകത്താ? ഇലാസ്റ്റിക് കാർട്ടിലേജിനകത്താ. ഈ യെല്ലോ, ഓക്കെ, ആ കളറും എല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ കോൺട്രോസൈറ്റ്സ് വലുതാണ്, സിംഗിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, പെരികോൺഡ്രിയം പ്രസന്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് കാർട്ടിലേജ് ആണ് ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോൺട്രോസൈറ്റ്സ് സ്മോൾ ആണ്, ഇത് റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ നിരനിരയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ പെരികോൺഡ്രിയം എന്താ, ആബ്സെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിലും എന്തുണ്ടായിരുന്നു? പെരികോൺഡ്രിയം പ്രസന്റ് ആയിരുന്നു. എന്നാൽ ഫൈബ്രോ കാർട്ടിലേജിനകത്ത് പെരികോൺഡ്രിയം ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫൈബ്രോ കാർട്ടിലേജ് എപ്പോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഒരു വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. നമ്മൾ വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ് എന്നാണ് ഇതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നത് തന്നെ, വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഫൈബ്രോ കാർട്ടിലേജിന് എന്ത് കളറാണുള്ളത്? വൈറ്റ് കളറാണ് ഉള്ളത്. അപ്പോ ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയൊക്കെയാ? നമ്മുടെ ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക്, അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അവിടെ കാണപ്പെടുന്നത് ഫൈബ്രോ കാർട്ടിലേജ് ആണ്. അതുപോലെ തന്നെ അസെറ്റാബുലം ഓഫ് പെൽവിക് ബോൺ. ഓക്കെ, നമ്മുടെ ഏതാ, നമ്മൾ പെൽവിസ് എന്ന് പറയുന്ന, നിങ്ങൾ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ പഠിക്കും, പെൽവിക് ബോൺ എന്നും പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അവിടെ വരുന്ന ഒരു പാർട്ടാണ് അസെറ്റാബുലം. ഓക്കെ, അപ്പൊ പെൽവിക് ബോണിന്റെ അസെറ്റാബുലത്തിലും ഏത് കാർട്ടിലേജ് ആണ് കാണപ്പെടുന്നത്? ഫൈബ്രോ കാർട്ടിലേജ് ആണ് കാണപ്പെടുന്നത്. പിന്നെ ഏതാ? ഗ്ലീനോയിഡ് ക്യാവിറ്റി ഓഫ് സ്കാപ്പുല. ഓക്കെ, സ്കാപ്പുല നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തില് വരുന്ന വേറൊരു ബോണാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. അതിൽ കാണപ്പെടുന്ന ഒരു ക്യാവിറ്റിയാണ് ഏത്? ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെയും ഫൈബ്രോ കാർട്ടിലേജ് ആണുള്ളത്. അടുത്തത് സെമിലൂണാർ കാർട്ടിലേജ് ഓഫ് നീ, നമ്മുടെ കാൽമുട്ടിലെ, കാൽമുട്ടിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് കാർട്ടിലേജ് ആണ് സെമിലൂണാർ കാർട്ടിലേജ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫൈബ്രോ കാർട്ടിലേജിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അപ്പൊ അത്രേ ഉള്ളൂ കാർട്ടിലേജിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ടും അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ. ഓക്കെ, ബോൺ. നമ്മള് കാർട്ടിലേജിന്റെ ബേസിക് സെൽസിനെ എന്തെന്ന് പറഞ്ഞു? കോൺട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ ബോണിന്റെ ഇൻഡിവിജ്വൽ ബേസിക് സെൽസിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയോസൈറ്റ്സ്. ഓക്കെ, പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ബോൺസ് ആണുള്ളത്. ഡെൻസ് ബോൺസ് അല്ലെങ്കിൽ സ്പോഞ്ചി ബോൺസും അതുപോലെ തന്നെ ക്യാൻസലസ് ബോൺസ് എന്ന് പറഞ്ഞ് ഈ ബോണിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ ആൻഡ് ഔട്ടറിൽ കാണപ്പെടുന്ന ഈ സ്പോഞ്ചി ബോൺ എന്ന് പറയുന്നത് ഡെൻസ് ബോൺസും സ്പോഞ്ചി ബോൺസ് അല്ലെങ്കിൽ ക്യാൻസലസ് ബോൺസ്. ഡെൻസ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോണിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു കട്ടിയുള്ള ഭാഗമാണ് ഡെൻസ് ബോൺ എന്ന് പറയുന്നത്. അതിന്റെ ഇന്നർ സൈഡിൽ, ആ ഒരു ബോണിന്റെ ഇന്നർ സൈഡിൽ നല്ല സ്പോഞ്ചി ആയിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് സ്പോഞ്ചി ബോൺസ് അല്ലെങ്കിൽ ക്യാൻസലസ് ബോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോണിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത്രയും ഇവിടെ എഴുതിയാൽ മതി. നിങ്ങൾ സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് അഡീഷണൽ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ടീത്ത് ഫോം ചെയ്തിട്ടുള്ള സെൽസിനെ നമ്മൾ ഡെന്റൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ എക്സ്റ്റീരിയർലി കവർ ചെയ്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? ഇനാമൽ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനാമലിന്റെ ഫംഗ്ഷൻ എന്തോ അല്ല, ഇനാമലിന്റെ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതത്രയും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ബാക്കി സിസ്റ്റത്തിലൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന നമ്മുടെ ടൈം പോവും. ഓക്കെ, നിങ്ങൾ ഏത് എക്സാം എഴുതി കഴിഞ്ഞാലും നിങ്ങൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് നിങ്ങൾ 15 മാർക്ക് ക്വസ്റ്റ്യൻ വേണം എഴുതി തുടങ്ങാനായിട്ടുള്ളത്, എന്നിട്ട് ലാസ്റ്റ് 1 മാർക്കിലോട്ട് പോവാവൂ. ഓക്കെ, അപ്പൊ ടൈം മാനേജ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി നിങ്ങളുടെ പബ്ലിക് എക്സാമിന്. ഓക്കെ, അപ്പൊ അത് ആലോചിച്ച് വേണം നിങ്ങൾ വലിച്ചു വാരി എഴുതേണ്ടുന്നത്. ഓക്കെ, അപ്പോ നാലാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ബ്ലഡിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെൽസും ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? RBC, അതിന്റെ വേറൊരു പേരാണ് എറിത്രോസൈറ്റ്സ്. റെഡ് ബ്ലഡ് സെൽസ് എന്ന് നമ്മൾ പറയും. WBC, വൈറ്റ് ബ്ലഡ് സെൽസ്, ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും. പിന്നെ മൂന്നാമതുള്ള ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? ത്രോംബോസൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏത്? ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയും. എന്താ? ലിംഫോയിഡ് ടിഷ്യൂ. അപ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ടും കാണപ്പെടുന്നത് ലിംഫ് ഗ്ലാൻസും ടോൺസിൽസ്, സ്പ്ലീൻ. ഓക്കെ, ഏതൊക്കെയാ? ലിംഫ് ഗ്ലാൻസ്, ടോൺസിൽസ്, സ്പ്ലീൻ. ഇത് ഇത്രയുമാണ് ലിംഫോയിഡ് ടിഷ്യൂവിനകത്ത് വരുന്നത്. ഇതും എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അതത്രയും കഴിഞ്ഞു. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞത് കാർട്ടിലേജ് ആണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂല് ഫസ്റ്റ് കാർട്ടിലേജ് പറഞ്ഞു, എന്റെ വേറൊരു പേര് ഗ്രിസ്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കവറിങ്ങിനെ പെരികോൺഡ്രിയ എന്ന് പറഞ്ഞു. പിന്നെ 3 ടൈപ്പ് കാർട്ടിലേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹയാലിൻ കാർട്ടിലേജ്, വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഓരോന്നിന്റെയും എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അതിന്റെ ഒരു പിക്ചർ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പൊ അത്രയായപ്പോ കാർട്ടിലേജ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ബോൺ പറഞ്ഞു, ടീത്ത് പറഞ്ഞു, ബ്ലഡ് പറഞ്ഞു, ലിംഫോയിഡ് ടിഷ്യൂസ് പറഞ്ഞു. അത്രയായപ്പോ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പഠിച്ചു, കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചു. മൂന്നാമത്താണ് നെർവസ് ടിഷ്യൂ. ഓക്കെ, ഈ നെർവസ് ടിഷ്യൂ ആയാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കാണും നിങ്ങൾ. അപ്പൊ ഇവിടെ ജസ്റ്റ് ആ ഒരു പിക്ചർ വരച്ച് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നതാണ് ഇത് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂറോൺസും
മറ്റ് ഇതിന്റെ അക്കമ്പനി ചെയ്യുന്ന ഇതിനെ സഹായിക്കുന്ന കുറച്ച് സെൽസും എല്ലാം കൂടെ ചേർന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. അതായത് ഈ ന്യൂറോൺസിനെയൊക്കെ സപ്പോർട്ട്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു രാജകുമാരിയാണെങ്കിൽ ഈ രാജകുമാരിനെ സപ്പോർട്ട് ചെയ്യുന്ന തോഴിമാരാണ് എന്തെന്ന് നമുക്ക് പറയാം, ഈ പറഞ്ഞ ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ ഈ ഗ്ലിയൽ സെൽസ് ഓർ ന്യൂറോഗ്ലിയ പഠിച്ചു വെക്കണം, 1 മാർക്കിന് ചോദിക്കും. എന്താണ് ന്യൂറോൺസിന്റെ സപ്പോർട്ടിംഗ് സെൽസിനെയാണ് നമ്മൾ ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. എന്തൊക്കെയുണ്ടടാ? സെൻട്രൽ ആയിട്ട് ഒരു സെൽ ബോഡി ഉണ്ട്, സെൽ ബോഡിക്കകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്. ആ സെൽ ബോഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് ഡെൻഡ്രോൺസ്, അതിന്റെ ഇൻഡിവിജ്വൽ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. പിന്നെ ആ ഒരു സെന്റർ എന്ന് അറൈസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ, അതൊരു സിംഗിൾ ആയിട്ട് പോകുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ പിന്നെ എന്ത് ചെയ്യും? അത് ബ്രാഞ്ച് ചെയ്യും, അതിനെ ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റിന്റെ അറ്റത്ത് ഒരു ഒരു റൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് സിനാപ്റ്റിക് നോബ് ഉണ്ട്, അത് കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. അസറ്റൈൽ കോളിൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പിന്നെ എന്തുണ്ടടാ? പിന്നെ ഈ ആക്സോണിന് പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സെൽസ് ആണ് ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. അതായത് മൈലിൻ ഷീത്ത് കൊണ്ട് പൊതിഞ്ഞ സെൽസ് ആണ്, ആക്സോണിലെ സെൽസ് ആണ് ഷ്വാൻ സെൽസ്. അതിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു രണ്ട് ഷ്വാൻ സെൽസിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിലൊന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ അതായപ്പോ എന്ത് കഴിഞ്ഞു? നമ്മുടെ നെർവസ് ടിഷ്യൂ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ടിഷ്യൂ ആണ് മസ്കുലർ ടിഷ്യൂ. ഇത് നിങ്ങൾ മസ്കുലർ സിസ്റ്റത്തിലും സെയിം കാര്യം തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവരൊരു ടേബിളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടേബിൾ വെച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോ നമുക്കറിയാം മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ആയിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് മസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ മസിൽസ് എന്ന് പറയുന്നത്. മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ബോൺസും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് സാധ്യമാകത്തുള്ളൂ? മൂവ്മെന്റ് സാധ്യമാകത്തുള്ളൂ. അപ്പോ ഈ മസിൽസ് നമ്മൾ മൂവ്മെന്റിന് മസിൽസ് വേണം. ഈ മസിൽസ് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട്, അതിനെയാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്റ്റിൻ ആൻഡ് മയോസിൻ. അപ്പോ ചില മസ്കുലർ ടിഷ്യൂസിൽ എന്ത് കാണും? ഈ ആക്റ്റിൻ മയോസിൻ കാണും. അതിങ്ങനെ ഓരോ ബാൻഡ് പോലെ കാണും. അപ്പോ ഈ ആക്റ്റിനും മയോസിനും ഉള്ള മസ്കുലർ ടിഷ്യൂസിനെയാണ് നമ്മൾ സ്ട്രൈറ്റഡ് മസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആക്റ്റിൻ മയോസിൻ പ്രോട്ടീൻ ഇല്ലാത്ത മസ്കുലർ ടിഷ്യൂസിനെ നമ്മൾ നോൺ സ്ട്രൈറ്റഡ് മസ്കുലർ ടിഷ്യൂസ് എന്നും പറയും. അപ്പൊ ഇതിന്റെ ബേസിസിൽ മറ്റു ചില ഫീച്ചേഴ്സിനെ വെച്ചിട്ടും മസ്കുലർ ടിഷ്യൂസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാ? സ്മൂത്ത് മസ്കുലർ ടിഷ്യൂ, skeletal muscular tissue and cardiac muscular tissue. സ്മൂത്ത് മസിൽ, skeletal മസിൽ, cardiac മസിൽ. അപ്പൊ അതില് സ്മൂത്ത് മസിലിന്റെ ഫസ്റ്റ് ക്യാരക്ടർ പറയുന്നതാണ് നോൺ സ്ട്രൈറ്റഡ്. നമുക്കറിയാം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ വേറെ ഒന്നും കാണത്തില്ല. അപ്പൊ അതിലെന്തില്ല? ആക്റ്റിൻ മയോസിൻ കാണപ്പെടത്തില്ല, ബാൻഡ് ഒന്നുമില്ല, സ്ട്രയേഷൻസ് ഒന്നുമില്ല. ഏതിലാണ്? സ്മൂത്ത് മസിൽസിൽ. സ്കെലിറ്റൽ മസിലിനാണെങ്കിലോ അവിടെ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഉണ്ട്, അവിടെ സ്ട്രയേഷൻ ഉണ്ട്. ഇനി കാർഡിയാക് മസിലിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ആക്റ്റിൻ ആൻഡ് മയോസിൻ ബാൻഡ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതും സ്ട്രയേറ്റഡ് ആണ്. ഇനി സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻവോളണ്ടറി, അതായത് നമ്മൾ മലയാളത്തിൽ അനൈച്ഛിക ചലനം നടക്കുന്ന സ്ട്രക്ചേഴ്സിലായിരിക്കും സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത്. ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ ഓർഗൻസും. അപ്പൊ ഈ മസിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ കവർ ചെയ്ത്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ഏതൊക്കെയാണ്? നമ്മുടെ ലങ്സ്,
അതുപോലെ തന്നെ ഹാർട്ട്, ദെൻ കിഡ്നി, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഓർഗൻസ് എല്ലാം ഇൻവോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നവയാ. അപ്പോൾ അതിനെയൊക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് മസിൽസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ മസിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂണിന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഈ ഓരോ മസിൽ ടിഷ്യൂലും മസിൽ സെൽസിലും ഒരൊറ്റ ന്യൂക്ലിയസേ കാണപ്പെടുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും ആർക്കുള്ളത്? സ്മൂത്ത് മസിൽസിന് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്മൂത്ത് മസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ സ്കെലറ്റൽ മസിൽ. ഓക്കെ, സ്കെലറ്റൽ മസിൽ നമ്മൾ പറഞ്ഞു അതിൽ സ്ട്രയേഷൻസ് ഉണ്ട്. ഇത് വോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന മസിൽസാ. അതായത് നമ്മൾ വിചാരിച്ചാലേ ഈ മസിൽസ് എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് മസിൽസ് പ്രധാനമായിട്ടും നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ സ്കെലറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഇതിന് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ട്യൂബുലാർ ഷേപ്പ് ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഒക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ടൈപ്പ് മസ്കുലർ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽസ്. നമ്മൾ പറഞ്ഞു ഇതിനെന്തുണ്ട്, സ്ട്രയേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇൻവോളണ്ടറി ആണ്, നമുക്കറിയാം ഹാർട്ട് ഇൻവോളണ്ടറി ആണ്. പക്ഷെ ഇതിൽ എന്തുണ്ട്, സ്ട്രയേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതും ഇൻവോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്നതാണ് കാർഡിയാക് മസിൽ. ഇതിന്റെയും പ്രത്യേകത എന്താണ്? ഇത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, ഇതും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രാഞ്ചഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ബ്രാഞ്ചസ് പോലെ ആയിരിക്കും ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് കാർട്ടിലേജിന്റെ പിക്ചർ കാണിച്ചു തരാമെന്ന്. ഇതാണ് ഓരോ ടൈപ്പ് കാർട്ടിലേജ്. ഫസ്റ്റ് വൺ ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഞാൻ പറഞ്ഞു അത് അതിലെ കോൺട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. നോക്കിക്കേ, ഇങ്ങനെ രണ്ട് സെൽസ് ഒരുമിച്ച് ഒരു നെസ്റ്റ് പോലെ ആയിരിക്കും അത് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലാസ്റ്റിക് കാർട്ടിലേജ്, അതിന്റെ കോൺട്രോസൈറ്റ്സ് കുറച്ച് വലുതാണ്, അത് സിംഗിൾ ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഫൈബ്രോ കാർട്ടിലേജ്. ഫൈബ്രോ കാർട്ടിലേജ് നമ്മൾ പറഞ്ഞു അതിന്റെ കോൺട്രോസൈറ്റ്സ് ചെറുതാണ്, അത് റോ ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസ് എന്ന് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. ഇപ്പൊ 15 മാർക്കിന് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ 5 മാർക്കായിട്ട് നിങ്ങളെ എപ്പിത്തീലിയൽ ടിഷ്യൂ മാത്രം ഒരു 5 മാർക്കായിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 1 വേർഡിന് ചോദിക്കുന്നത് മെയിൻ ആയിട്ട് ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്താണ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ലിഗമെന്റ്സ്, ഇപ്പോ ബോണിനെയും കണക്ട് ചെയ്യാനാണോ, ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യാനാണോ ലിഗമെന്റ്സ്. ഓക്കെ, നമ്മൾ ബൾബ് എന്ന് വെച്ചാൽ കോഡ് വെച്ച് പഠിച്ചു. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസിൽ ചോദിക്കാം, 1 വേർഡ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ അത് ചോദിക്കാൻ പറ്റും. പിന്നെ ടെൻഡൻസ് എന്താണ്, അതും 1 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ഇവിടെ നിന്ന് നോക്കിയിട്ട് പോകാനായിട്ടുള്ളത്. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.